ഹായ് ഫ്രണ്ട്സ്, വിൻഡോ ജൂവിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ എം വി. കേരള PSCയുടെ 10th ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള 2024 എക്സാമുകളിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ, അതിൻ്റെ ആൻസേഴ്സ്, കണക്റ്റഡ് ഫാക്ട്സ് അത് ചർച്ച ചെയ്യുന്ന മൂന്നാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ആദ്യം ക്ലാസ് കാണുന്നവർ ഇതിനു മുന്നേയുള്ള 2 ക്ലാസ്സുകൾ കൂടി കാണുക. ക്ലാസ്സുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു മോക്ക് എക്സാമും ചെയ്യാൻ പറ്റും. തുടർന്നും ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതിൻ്റെ തന്നെ 2024 മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും നമ്മളിങ്ങനെ കവർ ചെയ്യും. അത് കഴിഞ്ഞാൽ 2020, 21, 22, 23 കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ഇതാണ് ചോദ്യം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ചൈനയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്? 2 തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് ഇന്ത്യക്ക് അടിപൊളി ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ കിട്ടിയ ഏഷ്യൻ ഗെയിംസാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ്. അതുകൊണ്ട് 19ാമത് ഏഷ്യൻ ഗെയിംസ് എവിടെ നടന്നു? ചൈനയിലാണ് നടന്നത്. നമ്മുടെ അയൽ രാജ്യത്താണ് നടന്നത്. ഏതായിരുന്നു ആ സ്റ്റേഡിയത്തിൻ്റെ പേര്? ഹാങ്ഷു ഒളിമ്പിക് സ്റ്റേഡിയം. അതിന് ബിഗ് ലോട്ടസ് എന്നും പേരുണ്ട്, ബിഗ് ലോട്ടസ് എന്നും ഇതിന് പേരുണ്ട്. ഇപ്പോൾ ഹാങ്ഷു ഒളിമ്പിക് സ്റ്റേഡിയത്തിലായിരുന്നു 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. ചൈനയിലാണ്. ഏഷ്യൻ ഗെയിംസിൽ നിന്നും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും 2023 ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഇന്ത്യയല്ല, മെഡൽ നേടിയ വർഷമാണ് ഇന്ത്യക്ക്. ആ ഏഷ്യൻ ഗെയിംസിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ മെഡൽ നേടിയത്. അതുകൊണ്ട് ചോദിക്കാൻ ധാരാളം സാധ്യതയുണ്ട്. 107 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. അത് ചോദിക്കും. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്ര? കുറേ നമ്പർ നിങ്ങളുടെ മനസ്സിലുണ്ട്, ഇത് മറന്നു പോകാം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യണം. മാത്രമല്ല, നമ്പർ പെഗ് എന്നുള്ളൊരു സംവിധാനം ആലോചിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നിന് നിങ്ങൾ മെഴുകുതിരി എന്നാലോചിച്ച് വയ്ക്കുക. ഒന്നിനെ മെഴുകുതിരിയായിട്ടോ അല്ലെങ്കിൽ ഒന്നിനെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? സൺ. 1 എന്നുള്ളിടത്ത് സൺ എന്ന് കേൾക്കാമല്ലോ. 0ക്ക് നമ്മൾ ഒരു എഗ്ഗ് എന്നാലോചിച്ചാൽ മതി. 7 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലാഗ്. 7 പകരം നമ്മൾ ഫ്ലാഗ് എന്നെടുക്കുന്നു. ഇനി 107നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ 107 മെഡൽ കിട്ടി എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ചൈനയിൽ വെച്ചാണ് നടക്കുന്നത്, അവിടെ എല്ലാ സൗകര്യവും ഉണ്ടായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ കുറിച്ചൊരു പൊതുവായ പരാതി എന്താണ്? ഇപ്പോഴതൊക്കെ മാറി വരുന്നു. കായിക താരങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. ഇന്ത്യക്കാർ താമസിക്കുന്ന ആ റൂമിൽ വേണ്ടത്ര വെളിച്ചമുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പുറത്തുനിന്ന് പോയി ഒരു മെഴുകുതിരി വാങ്ങി. ഇനി നാളെ ഗെയിംസാണ്, വേണ്ടത്ര ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ കുറേ മുട്ട വാങ്ങി പുഴുങ്ങി, എന്നിട്ട് കളിച്ചതിന് ശേഷം 107 മെഡൽ കിട്ടി. ആ 7 കൊടിയെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് അവർ ഇന്ത്യയുടെ കൊടി ഉയർത്തി. ഒരു കഥയായി, നമ്മൾ മറക്കില്ല. നമ്മൾ സ്റ്റോറീസ് ഒരിക്കലും മറക്കില്ല. അപ്പോൾ 107 മെഡലാണ് ഇന്ത്യ നേടിയത്. നമുക്ക് ഇങ്ങനെ നമ്പർ ആലോചിക്കാൻ ഈ നമ്പർ പെഗ് സിസ്റ്റം ഓർത്തു വയ്ക്കാം. ഇത് നിങ്ങളുടെ മനസ്സ് കാണണം. അവർ കളിക്കാർ പോയിട്ട് മെഴുകുതിരി വാങ്ങുന്നു, അത് കഴിഞ്ഞതിന് ശേഷം മുട്ട കഴിക്കുന്നു, മനസ്സ് കാണണം. അതിനുശേഷം അവർ പകൽ കളിയിൽ പങ്കെടുത്ത് കൊടി ഉയർത്തുന്നു. വസ്തുതയില്ലാത്തതാണ്, ഒരു കഥ മാത്രമാണ്. അപ്പോൾ 107 മെഡലുകളാണ്. ഇത് ഇന്ത്യയിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ 100ൽ കൂടുതൽ മെഡൽ നേടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ പൊസിഷൻ 4ാം സ്ഥാനമാണ്. 107 മെഡൽ നേടി 4ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ജപ്പാനാണ്. 1ാം സ്ഥാനം ചൈന തന്നെ. 1ാം സ്ഥാനം ചൈന, 2ാം സ്ഥാനം ജപ്പാൻ, 3ാമത്തെ സ്ഥാനത്ത് ദക്ഷിണ കൊറിയയാണ്. ഇന്ത്യ എത്തണം അല്ലേ? ഇന്ത്യ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാണ്. ഇപ്പം ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ. ഏഷ്യൻ ഗെയിംസ് മറക്കണ്ട. 2023 ഏഷ്യൻ ഗെയിംസിൽ പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനങ്ങൾ ഏതൊക്കെ ആണ്? 2023 ഏഷ്യൻ ഗെയിംസിൽ പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനങ്ങൾ ഇ സ്പോർട്സും ബ്രേക്ക് ഡാൻസിങ്ങുമാണ്. ഇ സ്പോർട്സ് ആൻഡ് ബ്രേക്ക് ഡാൻസിങ് 2023 ഏഷ്യൻ ഗെയിംസിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ ഇനങ്ങളാണ്. 2024 ഒളിമ്പിക്സ്, ഇത് നമുക്ക് അവിടെ ചോദ്യം വരാം. 2024 ഒളിമ്പിക്സ് ജൂലൈ മാസത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ 2024 ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം എ ന്യൂ വേൾഡ് എന്നാണ്. എ ന്യൂ വേൾഡ്, ഒരു പുതിയ ലോകം.
എന്നാണെന്ന് ഇവിടെ തന്നിരിക്കുന്നു പ്രസ്താവനയിൽ. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പറയണം. സർഫിംഗ്, സ്കേറ്റ് ബോർഡിംഗ്, സ്പോർട്സ് ക്ലൈംബിംഗ്, ബ്രേക്ക് ഡാൻസിങ് എന്നിവ ഈ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് അടുത്ത കാര്യം പറയുന്നത്. ഇത് ശരിയാണ്. ഈ രണ്ട് പ്രസ്താവനകളിൽ ഏതാണ് ശരി? നമ്മൾ കറണ്ട് അഫയേഴ്സ് 2024 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നുള്ള ഭാഗത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് പോയി കാണുക. അതിൽ ഒളിമ്പിക്സ് 2024 കുറിച്ച് കുറച്ച് കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ബി മാത്രമാണ് ശരി. ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം എന്താ? ഒന്ന് കമൻറ്റ് ചെയ്യൂ. എ ന്യൂ വേൾഡ് അല്ല, അത് തെറ്റാണ്. എന്നാൽ അവിടെ സർഫിംഗ് ഉണ്ട്, സ്കേറ്റ് ബോർഡിംഗ് ഉണ്ട്, സ്പോർട്സ് ക്ലൈംബിംഗ് ഉണ്ട്, ബ്രേക്ക് ഡാൻസിങ് ഉണ്ട്. ഇത് ഓർമ്മിച്ച് വയ്ക്കാൻ ഞാൻ അവിടെ ഒരു കോഡും പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഓർത്തു വരും. സർഫിങ്, സ്കേറ്റ് ബോർഡിങ്, സ്പോർട്സ് ക്ലൈംബിങ്, ബ്രേക്ക് ഡാൻസിങ്. അതായത് ഈ കളിക്കുന്ന ഒരാൾ പുതുതായി ഉൾപ്പെടുത്തിയ ഈ 4 ഇനങ്ങളാണ്. ഇതിൽ ഇ സ്പോർട്സും ബ്രേക്ക് ഡാൻസിങ്ങുമാണ് ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടുത്തിയത് 2023. 2024 നമ്മൾ ഓർത്തു വെക്കേണ്ടത് എങ്ങനെയാണ്? ഓർത്തു വയ്ക്കാൻ കഥകൾ ഉണ്ടാക്കിക്കോളൂ, ഇല്ലെങ്കിൽ മറന്നു പോകും. ഒന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന കഥകൾ ഓർത്തു വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കഥകൾ ഉണ്ടാക്കുക. അവിടെ ബ്രേക്ക് ഡാൻസിങ് നമ്മൾ എന്ത് ചെയ്താൽ മതി? 1ാം സ്ഥാനത്ത് എത്തിയ ആൾ സ്പോർട്സ് ക്ലൈംബിംഗ് 1ാമത്തെ സ്ഥാനത്തേക്ക് ക്ലൈംബ് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് ബ്രേക്ക് ഡാൻസ് ചെയ്തു. അങ്ങനെ ബ്രേക്ക് ഡാൻസ് ചെയ്തപ്പോൾ അത് വൈറലായി. അപ്പോൾ നമ്മൾ സർഫ് ചെയ്ത് നമ്മുടെ കയ്യിൽ സ്ലേറ്റ് പോലൊരു മൊബൈലുണ്ട്. ആ സ്കേറ്റ് എന്നുള്ളതിന് പകരം സ്ലേറ്റ് നോക്കാം മൊബൈലിൽ കണ്ടു. ഓക്കെ, പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനങ്ങൾ സർഫിങ്, സ്കേറ്റ് ബോർഡിങ്, സ്പോർട്സ് ക്ലൈംബിംഗ്, ബ്രേക്ക് ഡാൻസിങ്. അതിൽ ബ്രേക്ക് ഡാൻസിങ്ങും ഈ സ്പോർട്സും 2023 ഏഷ്യൻ ഗെയിംസിൽ പുതിയ ഇനങ്ങളായി വന്നിരുന്നു. ഇതൊക്കെ കൂലി വർക്കറിൽ ചോദിച്ച ചോദ്യം അതിൻ്റെ അനുബന്ധ ചോദ്യങ്ങളാണ്. ഇനി കൂലി വർക്കറിൽ ചോദിച്ചതാണ് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹൂസ് ഹൂ. എല്ലാവർക്കും അറിയുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. AJ ദേശായി ആണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്? ആശിഷ് ജിതേന്ദ്ര ദേശായി. ഇതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്, ആശിഷ് ജിതേന്ദ്ര ദേശായി. അപ്പോൾ ഈ ജസ്റ്റിസ് എസ് മണികുമാർ ആരാണ്? ജസ്റ്റിസ് എസ് മണികുമാർ എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ്. DY ചന്ദ്രചൂഡിനെ ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ്. ആ സുപ്രീം കോടതി ജഡ്ജിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം എന്താണ്? 50ാമത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ്. ഇന്ത്യയിലെ 50ാമത്തെ സുപ്രീം കോടതി ജഡ്ജി ആരാണെന്ന് ചോദിച്ചാൽ അത് DY ചന്ദ്രചൂഡാണ്. SV ദേശായി നിലവിൽ കേരളത്തിലെ ചീഫ് ജസ്റ്റിസാണ്. അതുപോലെ തന്നെ എസ് മണികുമാർ എന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ഏത്? ഇവിടെ പെട്ടെന്ന് ചാടിക്കേറി ആൻസർ പറയും. ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതി എന്നാവും മനസ്സിൽ, ഉടൻ ലഡുപൊട്ടും മനസ്സിൽ. 15ാമത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. അപ്പോൾ 14ാമത്തെ രാഷ്ട്രപതി അതിന് മുമ്പെയുള്ള രാംനാഥ് കോവിന്ദാണ് എന്ന് പെട്ടെന്ന് പോയിട്ട് എഴുതും. പക്ഷേ ഉപരാഷ്ട്രപതിയാണ് ചോദിച്ചിട്ടുള്ളത്. 14ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണ് നിലവിലെ രാഷ്ട്രപതി. അദ്ദേഹം ജഗ്ദീപ് ധൻകർ ആണ് 14ാമത്തെ രാഷ്ട്രപതി. എന്നാൽ 14ാമത്തെ ഉപരാഷ്ട്രപതി, 14ാമത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് കഴിഞ്ഞ രാഷ്ട്രപതിയാണ്. അതായത് ദ്രൗപദി മുർമുവിനുള്ള മുമ്പെയുള്ള രാഷ്ട്രപതി. അദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയാം, രാംനാഥ് കോവിന്ദാണ്. ഓർത്തു വയ്ക്കണേ, രാംനാഥ് കോവിന്ദ്. അതേസമയം 15ാമത്തെ രാഷ്ട്രപതി ഇപ്പോഴുള്ള ആരാണ്? ദ്രൗപദി മുർമുവാണ്. അപ്പോൾ ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. 15ാമത്തെ രാഷ്ട്രപതിയാണ് ഇപ്പോൾ ഉള്ളത്, 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. ഈ 15ുമായി 15ുമായി ബന്ധമുള്ളൊരു നമ്പറാണല്ലോ 50. പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊരു സാമ്യം കാണാമല്ലോ. ആ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് നമുക്കുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യ ഇതിൽ നിന്ന് കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ട് നമുക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം? ഇന്ത്യയിലെ ആദ്യ ഗോത്രവർഗ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഒറീസ. അവിടെ SSC CGL ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഗോത്രവർഗ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഒഡീഷയിൽ നിന്നാണ്. അപ്പോൾ ഒഡീഷയിൽ മാത്രമല്ല, ഇത് ഇന്ത്യയിലെമ്പാടും ചോദിക്കാം ഈ ചോദ്യത്തിന്.
ഇന്ത്യയുടെ രാഷ്ട്രപതിയായ രണ്ടാമത്തെ വനിതയാണ്. അപ്പോൾ ആദ്യത്തെ രാഷ്ട്രപതി ആരാ? ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ഇതിനു മുന്നേയുള്ള രാഷ്ട്രപതിമാരൊക്കെ സ്വാതന്ത്ര്യത്തിന് മുന്നേ ജനിച്ചതാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതിയായി എത്തുന്നയാൾ. ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതി. രാഷ്ട്രപതിയുടെ എതിർ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തു വയ്ക്കണം. അതായത് 14ാമത്തത് ജഗദീപ് ധൻകർ, നിലവിലുള്ള ഉപരാഷ്ട്രപതി. എന്നാൽ 14ാമത്തെ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ദ്രൗപദി മുർമുവിന് മുന്നേയുള്ള രാഷ്ട്രപതിയാണ്. അതാരാണ്? രാംനാഥ് കോവിന്ദാണ്. 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതിയാകുന്ന വ്യക്തിയാണ്. രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ വനിതയാണ്. ആദ്യത്തെ വനിത പ്രതിഭ പാട്ടീലാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ഇത്രയും കാര്യങ്ങളും അവർ ഒറീസയാണ് അവരുടെ സ്ഥലമെന്നും അവരുടെ ഗോത്ര വിഭാഗം സന്താളുകളാണ്. സന്താളുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ വിഭാഗമാണ് സന്താൾ വിഭാഗം. സന്താൾ സമരം, സന്താൾ കലാപമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ മുർമു എന്നാണ് സന്താളുകളെ വിളിക്കുക. കാനോ മുർമു ഒക്കെ ഇതിൻ്റെ നേതാക്കന്മാരായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ. അപ്പം ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? അപ്പോൾ അത് വിക്ഷേപിച്ചവ അല്ലാത്തത് ഓർബിറ്ററാണ്. ചന്ദ്രയാൻ 2ഉം ചന്ദ്രയാൻ 3ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ചന്ദ്രയാൻ 2ൽ ഒരു ഓർബിറ്റർ ഉണ്ടായിരുന്നു, ചന്ദ്രയാൻ 3ൽ ഒരു ഓർബിറ്റർ ഇല്ല. ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട് ഞാൻ സവിസ്തരം ഒരു വീഡിയോ ക്ലാസ് വന്നിട്ടുണ്ട്. ഇനി ആവർത്തന വിരസത ഒഴിവാക്കാൻ ഞാനത് പറയുന്നില്ല. ആ വീഡിയോ കാണണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോൻ്റെ ലിങ്ക് തരുന്നുണ്ട്. കാണാതിരിക്കരുതേ. ചന്ദ്രയാൻ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ISRO വിക്ഷേപിച്ച ചന്ദ്രയാൻ 3ൽ താഴെ പറയുന്ന ഘടകങ്ങളാണ്. അതിലെന്തില്ല? റോവറില്ല, ലാൻഡർ ഉണ്ട്. ലാൻഡർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത മൊഡ്യൂളാണ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഒന്ന് ലാൻഡ് ചെയ്യാൻ. അതേസമയം ചന്ദ്രയാൻ 3ൽ ഉൾപ്പെടുന്ന ഘടകത്തിൽ ഓർബിറ്ററാണ് ഇല്ലാത്തത് കേട്ടോ. റോവർ അല്ലേ? ഞാൻ അറിയാതെ റോവർ എന്ന് പറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ. ഓർബിറ്ററാണ് ഇല്ലാത്തത്. റോവർ എന്ന് പറഞ്ഞാൽ പ്രഗ്യാനാണ്. ഈ പേരൊക്കെ ഓർത്തു വയ്ക്കണേ. ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്, റോവറിൻ്റെ പേര് പ്രഗ്യാനാണ്. അതൊക്കെ ഞാനതിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ലാൻഡറിനുള്ളിൽ ഉൾക്കൊള്ളുന്ന ചന്ദ്രൻ്റെ ഉപരിതലം പര്യവേഷണം ചെയ്യാൻ വിന്യസിച്ച റോബോട്ടിക് വാഹനമാണ്. ഇപ്പോൾ ചന്ദ്രനിലേക്കാണ്ട് ഇറങ്ങിച്ചെല്ലും ലാൻഡർ വിക്രം ഇറങ്ങിച്ചെന്നാൽ അതിൽ റോവർ ഉണ്ട് പ്രഗ്യാൻ എന്നുള്ള പേരിൽ. അത് ചന്ദ്രൻ്റെ ഉപരിതലം നോക്കി പഠിക്കാനുള്ള ആളാണ്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റോബോട്ടിക് ആയിട്ടുള്ള വാഹനമായിട്ടുള്ള റോവർ പുറത്തിറങ്ങി ചുറ്റുപാടും പഠിക്കും. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഉണ്ട്. മൂപ്പരെ അങ്ങോട്ട് എത്തിക്കേണ്ടിടും. അതായത് ലാൻഡറും ഈ റോവർ കോൺഫിഗറേഷനും ചാന്ദ്രഭ്രമണപഥത്തിൽ എത്തുന്നത് വരെ അവിടെ എത്തിക്കണ്ടേ. അതിനാണ് പ്രൊപ്പൽഷൻ. ഇങ്ങനെ കത്തിച്ചു കൊണ്ടുപോകുന്ന ആൾ. ആ പ്രൊപ്പൽഷൻ മൊഡ്യൂളുണ്ട്. ചന്ദ്രയാൻ 3ൽ ഒരു ഓർബിറ്റർ ഉണ്ടായിരുന്നില്ല. ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ നിന്നുള്ളൊരു പ്രധാന വ്യത്യാസം ചന്ദ്രയാൻ 2ൽ ഒരു ഓർബിറ്റർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനിവിടെ ഓർബിറ്റർ ഇല്ല. 3 ആളാണത്. ലാൻഡർ വിക്രം, റോവർ പ്രഗ്യാൻ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. വിസ്തരിച്ച് ഞാൻ ചന്ദ്രയാൻ 3, ചന്ദ്രയാൻ 2, 1 തന്നെ അതിന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് തരാം, അത് കാണണം. കൂലി വർക്കറിലെ അടുത്ത ചോദ്യമായിരുന്നു 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. സിനിമയിൽ നിന്ന് 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്? 2021 ചോദിച്ചത് എന്ന് വിചാരിച്ചിട്ട് 2021 ചോദിച്ചിട്ടുള്ളത്. 2021 ഫിലിം അവാർഡുകൾ 2022 പ്രഖ്യാപിക്കാറ്. പക്ഷേ 2022 കോവിഡ് മഹാമാരി വന്നതുകൊണ്ട് 2023 ഒക്ടോബർ മാസത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ 2023 ഒക്ടോബറിൽ പ്രഖ്യാപിച്ചത് 2021 എന്താണ്? 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. ഏറ്റവും അവസാനത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം. അതിനു മുമ്പുള്ള 68ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും നിങ്ങൾ ഓർത്തിരിക്കണം. നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 നടനായി, മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുനാണ്. അല്ലു അർജുൻ കണ്ടിട്ടുണ്ടോ സിനിമ? അദ്ദേഹത്തിന് മികച്ച നടൻ്റെ
ഇത് കിട്ടിയ അല്ലു അർജുൻ പുഷ്പ ദി റൈസ്. ഞാൻ കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമയാണ്, ഒരു പ്രത്യേക രീതിയിൽ ചെയ്ത സിനിമ. ഇപ്പം 68ാമത്തെ പുരസ്കാരം എന്ന് പറഞ്ഞാൽ 2020-ലെയാണ്. 69ാമത്തെ പുരസ്കാരം എന്ന് പറഞ്ഞാൽ 2021-ലെയാണ്. 2021-ലെ കൊടുക്കുന്നത് 2023-ലാണ്, മറക്കരുത്. അപ്പോൾ 68ഉം 69ഉം ഒന്ന് ഓർത്തു വയ്ക്കണം. മികച്ച ചിത്രം സുരരൈ പോറ്റ് തമിഴാണ്. എന്നാൽ റോക്കട്രി ദി നമ്പി ഇഫക്റ്റ്, നമ്പി നാരായണൻ്റെ ഒരു കഥയാണ്. ചാരക്കേസിൽ അകപ്പെട്ട് പിന്നീട് കുറ്റവിമുക്തമാക്കപ്പെട്ട നമ്പി നാരായണൻ്റെ കഥയാണ്. അപ്പോൾ റോക്കട്രി ദി നമ്പി എഫക്റ്റ്, സുരരൈ പോട്രേ തമിഴ്, 2 ചിത്രങ്ങളാണ് മികച്ച ചിത്രങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ സുരരൈ പോട്ര് തമിഴ് എന്നുള്ള പടം, റോക്കട്രി ദി നമ്പി എഫക്റ്റ്. എങ്ങനെ ഓർത്തു വയ്ക്കുക? ഒന്ന് 68-ലെയാണ്, ഒന്ന് 69-ലെയാണ്, മറന്നു പോകരുത്. അപ്പോൾ സുരരൈ പോട്ര് ഒരു തമിഴ് വാക്കാണ്. നമുക്കതിനെ എന്താണ് മാറ്റാം. ഒരു സൂര്യനായിരുന്നു ആര്? നമ്മുടെ നമ്പി. യഥാർത്ഥത്തിൽ ഒരു സൂര്യനായിരുന്നു നമ്മുടെ നമ്പി. കാരണം ക്രയോജനിക് സാങ്കേതിക വിദ്യ, അങ്ങനെ ഇന്ത്യയുടെ ISROയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യനായിരുന്നു. വലിയ ഉദ്യോഗങ്ങളൊക്കെ മറ്റ് പല സ്ഥലങ്ങളിലും കിട്ടി. അതൊക്കെ ഉപേക്ഷിച്ച് ഇന്ത്യക്ക് വേണ്ടി നിന്നു. പക്ഷേ അദ്ദേഹത്തിന് ആരോ എന്തോ ഒരു ഉദ്ദേശപ്രകാരം ചതിയിൽ കുടുക്കി. അന്ന് ആ ചതിയിൽപ്പെട്ട ആളാണ് കരുണാകരൻ. അവരൊക്കെ രാജ്യദ്രോഹികളായി കാണിച്ചുകൊണ്ട് ഒരു വലിയ പ്രചരണം നടന്നു. അതിൽ ഇദ്ദേഹം ജയിലിലായി. ഇദ്ദേഹം ISROൻ്റെ രഹസ്യങ്ങളൊക്കെ, ഇന്ത്യയുടെ പരമപ്രധാനമായ രഹസ്യങ്ങളൊക്കെ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തു എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ആരോപണം, പത്രങ്ങളിൽ വന്നിരുന്ന ആരോപണം. അദ്ദേഹത്തിൻ്റെ ജോലി പോയി. അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞൻ. ലോകത്തുള്ള പല രാഷ്ട്രങ്ങളും അദ്ദേഹത്തിനെ ജോലിക്ക് വിളിച്ചിട്ടും മികച്ച ശമ്പളം കിട്ടിയിട്ട് അവിടെ ഒന്നും പോയില്ല. അപ്പോൾ പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വരാം. എന്നിട്ടും അയാൾ ആ പരീക്ഷണങ്ങളൊക്കെ അതിജീവിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്രയും കാലം അദ്ദേഹത്തിൻ്റെ പോയെങ്കിലും ഇന്ന് അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ ആദരിക്കപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ റോക്കട്രി ദ നമ്പി എഫക്റ്റ്, നമ്മുടെ നമ്പി രാജ്യത്തെ നമ്പി ഒരു സൂര്യനായിരുന്നു, രാജ്യത്തെ നമ്പിയ ഒരു സൂര്യനായിരുന്നു. അപ്പം മികച്ച നടൻ സുരരൈ പോട്രയിലാണ് തന്നെയാണ്, സൂര്യയാണ്. അപ്പോൾ അവിടെ സൂര്യനുണ്ട് 68-ൽ. അജയ് ദേവ്ഗൺ. പക്ഷേ നിങ്ങൾ അജയ് ദേവ്ഗൺ എന്ന് പറയുന്ന ഒരാൾ, തൻഹാജി എന്നുള്ളൊരു പടമാണ്. ഈ അജയ് ദേവ്ഗൺ ഒരു ഗുണ്ടയാണ് എന്ന് വിചാരിക്കുക. അവൻ്റെ കയ്യിലൊരു ഗണ്ണുണ്ട്. അവൻ ഇയാളുടെ റൈസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ നമ്പി ഉയർന്നു വരുന്നത് ഇഷ്ടപ്പെട്ടില്ല, ദ റൈസ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അർജുനനെ കൂട്ടി. എന്നിട്ടോ അദ്ദേഹത്തിനെതിരെ യുദ്ധം നയിച്ചു. ആ യുദ്ധത്തിനെതിരെ അവർക്ക് സഹായം കിട്ടിയ 2 ആളുകളാണ്. ഈ സുരരൈ പോട്രയിൽ തന്നെയുള്ള അപർണ ബാലമുരളി, മികച്ച നടിയാണ്. അതുപോലെ തന്നെ ആലിയ ഭട്ട്, ഗംഗുബായി കാർത്യാവാടി. അപ്പോൾ അവിടെ 2 ആളുകളുടെ സഹായം ഇവർക്ക് കിട്ടി. ആരുടെ സഹായമാണ്? 2 വനിതകളുടെ സഹായം കിട്ടിയെന്ന് വിചാരിക്കുക. അവർക്കൊന്നും ഇതിലൊരു ബന്ധവുമില്ല കേട്ടോ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സൗണ്ട് മിമിക്ക് ചെയ്ത് വിളിച്ചു പറ്റിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ സൗണ്ട് മിമിക്ക് ചെയ്യണമല്ലോ നമ്പി നാരായണൻ്റെ. ആ സൗണ്ട് മിമിക്ക് ചെയ്തത്, അങ്ങനത്തെ മിമിക്ക് ചെയ്തത് ഒരു കൃതിയാണല്ലോ, ഒരു സൃഷ്ടി, ഒരു കൃതി ഉണ്ടാക്കി. അതൊരു അൺനോണാണ്, ആരാണെന്ന് ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. നമ്പി നാരായണൻ്റെ ഈ വിവാദം ഉണ്ടാക്കിയതിൻ്റെ യഥാർത്ഥ ആളിനെ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതൊരു അൺനോണാണ്. നിങ്ങൾക്ക് ഈ കഥ കഴിഞ്ഞാൽ അത് പിടികിട്ടും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഒരു മുരളിലുണ്ടാക്കി. ഒരു മുരളൽ എന്ന് പറഞ്ഞാൽ ശബ്ദമാണല്ലോ. അത് ആരുടെ സഹായത്തോടു കൂടിയാണ്? ആലിയ ഭട്ട്, ഗംഗുബായി കാർത്യാവാടി. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പണ്ടത്തെ മലയാള സിനിമകളിലെ ഗുണ്ടകളെ ഓർത്തു വയ്ക്കും. അപ്പോൾ അവിടെ ഗംഗുബായി, ആലിയ ഭട്ട് എന്ന് ഓർത്തു വെച്ചാൽ. എന്നിട്ട് അവർ നാട്ടിലെ 2 ആളുകളെ പിടിച്ചു. അതാണ് അയ്യപ്പനും കോശിയും. അയ്യപ്പനും കോശിയും പിടിച്ചു. എന്നിട്ട് സ്കെച്ച് ചെയ്തു. ആരെ സ്കെച്ച് ചെയ്തു? നമ്പി നാരായണനെ, അതായത് സച്ചിദാനന്ദൻ സ്കെച്ച് ചെയ്തു. പക്ഷേ അദ്ദേഹം അതിലൊക്കെ പരാജയപ്പെട്ടെങ്കിലും അവസാനം കഥ എങ്ങനെയാണ്? അദ്ദേഹം ഒരു മഹാജൻ ആയി, ഒരു വലിയ ജനത്തിൻ്റെ പിന്തുണയോടുകൂടെയുള്ള
അല്ലെങ്കിൽ ഒരു മഹാജൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു മഹാൻ, ഒരു ആദരിക്കപ്പെടുന്ന ഒരാളായി മാറുകയും നമ്മൾ ഈ സിനിമ കാണാൻ നമ്മൾ വരിയിൽ നിൽക്കുകയുമാണ്. സിനിമയുടെ ഇടയ്ക്ക് വരിയിൽ നിൽക്കുകയുമാണ്. ഇപ്പോൾ ഏകദേശം ഒരു കണക്ഷൻ ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിതിനൊന്ന് ഉറപ്പിക്കാം. അതായത് നിങ്ങൾ ഓർക്കുമ്പോൾ ആദ്യം ഈ കഥയുടെ ആദ്യത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു സൂര്യനായിരുന്നു നമ്പി, സൂര്യനമ്പി എന്നോർത്ത് വെച്ചാൽ മതി. നമ്മളെ കഥയുടെ കോഡുണ്ടാക്കുകയാണ്. സൂര്യനമ്പി, അത് ചിത്രത്തെക്കുറിച്ച് പറയുന്നു. അടുത്തത് നടനാണ്. അവിടെ സൂര്യനമ്പിയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. സുരറൈ പോട്രയാണ് 68ാമത് അവാർഡ് നേടിയ ചിത്രം. 69ാമത് അവാർഡ് നേടിയ ചിത്രം ദി നമ്പി എഫക്റ്റാണ്. അപ്പോൾ സൂര്യനമ്പി. അതിൽ 68ാമത്തേലെ നടൻ ആരനെയാണ്, സൂര്യയുണ്ട്, അത് മനസ്സിൽ വയ്ക്കുക. പിന്നെ ഒരാളും കൂടിയുണ്ട്, അജയ് ദേവ്ഗൺ. അപ്പോൾ സൂര്യനമ്പി ഗൺ. ഗൺ എന്ന് പറഞ്ഞാൽ ഗണ്ണ് പിടിച്ച ഒരു ഗുണ്ട അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ നിൽക്കുന്നു. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ റൈസ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഉയർച്ച ഇഷ്ടപ്പെട്ടില്ല. ദ ഗൺ റൈസ് എന്ന് ഓർത്തു വെച്ചാൽ മതി. അതിനവർ കൂട്ടിയ ആളാണ് അർജുൻ ദ റൈസ്. ഓക്കെ, ഒരു ഗുണ്ട ഉയർന്നു വരികയാണ് ഇയാൾക്കെതിരെ, അർജുൻ ദ റൈസ്. അദ്ദേഹത്തിൻ്റെ ആ ഗുണ്ടയുടെ കയ്യിൽ ഗണ്ണുണ്ട്. അപ്പം ഗൺ അർജുൻ ദ റൈസ് എന്നോർത്ത് വയ്ക്കണം. അപ്പം സൂര്യനമ്പി ഗൺ അർജുൻ ദ റൈസ്. ഇനി അവരെ സഹായിച്ച നടിമാരാരൊക്കെയാണ്? അത് ശബ്ദമുണ്ടാക്കിയത് ഒരു സ്ത്രീയുടെ സഹായത്തോടു കൂടിയാണ്, മിമിക്ക് ചെയ്തത്. ആ മിമിക്ക് ചെയ്ത കൃതി ഉണ്ടാക്കിയത്, ആ മുരളി ഉണ്ടാക്കിയത് ആരാണ്? ഒരു നടിയാണ്. ഓക്കെ, അവൾ അൺനോൺ ആണ്. അവിടെ കൃതി അൺനോണിൽ സനോനുണ്ട്, മിമിയുണ്ട്, മുരളിയുണ്ട്. ഇനി എവിടെ നിന്നാണ് വന്നത്? ഈ ഗുണ്ടകൾ സഹായമായിട്ട് വന്നത് ഗംഗൂബായി കാത്യാവാടി, ആലിയ ഭട്ടാണ്. ഒരു ഗുണ്ടയുടെ പേര് തന്നെയാണ്, അവർ നടിയാണ്. ഇനി ഇത് മുഴുവൻ സംവിധാനം ചെയ്തത് ആരാണ്? നാട്ടിൽ 2 ആളുകളെ പിടിച്ചാണ് അവർ സ്കെച്ച് ചെയ്തത്. അയ്യപ്പനെയും കോശിയെയും പിടിച്ച് സ്കെച്ച് ചെയ്തു. പക്ഷേ ഇന്ന് നമുക്കറിയാം നമ്പി നാരായണൻ ഒരു മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ കഥ കാണാൻ വേണ്ടി നമ്മൾ വരിയിൽ നിൽക്കുകയാണ്. 2021 ഇന്ത്യൻ സിനിമകൾക്കുള്ള നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വാർഷിക ദേശീയ ചലച്ചിത്ര അവാർഡുകൾ 69ാമത്തേതാണ്. അവാർഡ് ദാന ചടങ്ങ് COVID-19 മഹാമാരിയെ തുടർന്ന് 2023 ഓഗസ്റ്റിലാണ് സമ്മാനിച്ചത്. ഇനി 69ാമത്തെ നാഷണൽ ഫിലിം അവാർഡിൽ കേരളത്തിലെ ചലച്ചിത്രം മികച്ച മലയാള ചിത്രമായി ചിത്രം ഹോം തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാണേണ്ട സിനിമയാണ് ഹോം എന്നുള്ള സിനിമ. മികച്ച പരിസ്ഥിതി ചിത്രമാണ് ആവാസവ്യൂഹം. ശ്രദ്ധിച്ചോ, ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആവാസവ്യൂഹം. അന്തർദേശീയമായ അവാർഡ് കിട്ടുന്ന മലയാളം സിനിമകൾ ഓർത്തു വെച്ചോളൂ. ദേശീയ അവാർഡുകൾ കിട്ടുന്നത് PSC പതിവായി 2021 അടിച്ചു മിന്നി ചോദിച്ചതാണ്. ഇപ്പോഴും ആ ട്രെൻഡ് കാണുന്നുണ്ട്. ഈ ചോദ്യപേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ളൊരു ഗുണം, നിങ്ങൾക്ക് എന്താണ് ചോദ്യങ്ങളുടെ ട്രെൻഡ് എന്ന് മനസ്സിലാവും. 2024 മുഴുവൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം, നമ്മൾ ഈ അനുബന്ധ വസ്തുതയും പറയുന്നതുകൊണ്ട് നിങ്ങൾക്കത് ഏകദേശം ക്ലിയറായി പോകുന്നുണ്ടാവും. LDCക്കൊക്കെ നമുക്ക് 20ൽ 20 അടുത്ത് തന്നെ നമുക്ക് മാർക്ക് ഉറപ്പിക്കാം. അടുത്ത ചോദ്യം കൂലി വർക്കറിന് വന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ്. കാലം സാക്ഷിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. ഈ വിയോഗങ്ങൾ ഇപ്പോൾ PSC വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. വിയോഗങ്ങൾക്ക് മാത്രമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും ഞാനിതിലിടാം. അതിനോടൊപ്പം ഈ വിയോഗങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷിയാണ്. 2 തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. കാലം ഒന്ന് ഓർത്തു വെച്ചോളൂ. 2004, 2006, 2011, 2016. ഒരു പ്രയാസവുമില്ല ഓർത്തു വയ്ക്കാൻ. നമുക്കറിയാം 2016 മുതൽ 2020 വരെയായിരുന്നു ആര്? 1ാം പിണറായി മന്ത്രിസഭ. ഇതിപ്പോൾ 2ാം മന്ത്രിസഭയാണ്. ഇപ്പോൾ 2ാം മന്ത്രിസഭ എന്ന് പറയുന്നത് ഇപ്പോൾ 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ 2024. ആ 2019 മുന്നേ ആയിരുന്നു എന്ത് വന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത് 2016. ആ 2016, അപ്പോൾ 2011 മുതൽ പിടിച്ച് നോക്കൂ. 5 വർഷമാണല്ലോ. 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി,
അതിന് തൊട്ടു മുമ്പ് ഉമ്മൻചാണ്ടിയല്ല, ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ്. അപ്പോൾ 2011 എത്താൻ 2007 വരെ എത്തണം. അപ്പോൾ 2004 to 2006, അതെന്തേ 2006 എത്താൻ? അപ്പോഴേക്കൊക്കെ പ്രശ്നമുണ്ട്, ആൻ്റണി രാജിവെക്കുന്നു, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ 2 കാലഘട്ടം ഓർത്തു വയ്ക്കാൻ ഇത്ര പ്രയാസമൊന്നുമില്ല. 2011-16 ഓർത്തു വയ്ക്കുക, അതിൻ്റെ 5 കൊല്ലം മുന്നെടുക്കുക. അപ്പോൾ 2004-2006. അതിന് മുന്നേ ആരായിരുന്നു? AK ആൻ്റണി ആയിരുന്നു. അതിനിടയിൽ ആരായിരുന്നു? അച്യുതാനന്ദനായിരുന്നു. മറക്കണ്ട, ആ ഇടതുപക്ഷം മന്ത്രിസഭയെ നയിച്ചത് അച്യുതാനന്ദനായിരുന്നു. ഉമ്മൻചാണ്ടി മരിച്ചതുകൊണ്ട് തോർത്തു വയ്ക്കണം. അദ്ദേഹം 53 വർഷക്കാലം അദ്ദേഹം പ്രതിനിധാനം ചെയ്ത കോൺസ്റ്റിറ്റ്യുവൻസി ഓർത്തു വയ്ക്കണം, പുതുപ്പള്ളി ആണ്. പുതുപ്പള്ളി. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹം പള്ളി വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നും നല്ല കുപ്പായൊക്കെ ധരിച്ച് പുതുതായി അദ്ദേഹം പള്ളിയിൽ പോകും. കാലാവധി പൂർത്തിയാക്കിയ 2ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. കാലാവധി പൂർത്തിയാക്കിയ 2ാമത്തെ കോൺഗ്രസ് വ്യക്തിയാണ്. നിയമസഭാ അംഗത്വത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത് 2020-ലാണ്. 53 വർഷക്കാലം അദ്ദേഹം പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചു. നല്ല ഓർക്കണേ, 53 വർഷക്കാലമാണ്. കേരളത്തിൻ്റെ 10ാമത് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ പ്രസിദ്ധമായ വാചകമാണ് അതിവേഗം ബഹുദൂരം. ആത്മകഥയാണ് കാലം സാക്ഷി. അപ്പോൾ ആത്മകഥ ഓർത്തു വയ്ക്കുക. ഉമ്മൻചാണ്ടിക്ക് മികച്ച പൊതുപ്രവർത്തനത്തിന് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം ലഭിച്ച വർഷം 2013-ആണ്. 2013-ലാണ്. ഒരു നിർഭാഗ്യവാനായിരുന്നു എന്നോർക്കുക, അല്ലേ? പിന്നീട് ഒരുപാട് ആരോപണങ്ങൾ നേരിടേണ്ടി വന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാന ജീവിതകാലം. പിന്നെ അതിൽ നിന്നൊക്കെ അദ്ദേഹം മുക്തനായി. അപ്പോൾ 2013 മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം ലഭിച്ചു. പക്ഷേ ഒരു നിർഭാഗ്യവാനുമായിരുന്നു. അങ്ങനെ 13 ഓർത്തു വയ്ക്കുക. ഇന്നസെൻറ്റിൻ്റെ ആത്മകഥ ഏതാണ്? ആത്മകഥകളിലേക്ക് വരുമ്പോൾ ഇന്നസെൻറ്റിൻ്റെ ആത്മകഥ, ഇന്നസെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെയധികം ഓർക്കാൻ പറ്റും ചിരിക്കു പിന്നിൽ. മറ്റത് കാലം സാക്ഷി, അല്ലേ? ഉമ്മൻചാണ്ടി പറയേണ്, എന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കാലം സാക്ഷിയായിട്ടുണ്ട്. ഇന്നസെൻ്റ് ആണെങ്കിൽ ചിരിക്കു പിന്നിൽ, വേറെന്താ ആലോചിക്കാൻ. പക്ഷെ മാമുക്കോയ കൂടി മരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇന്നസെൻറ്റിൻ്റേതാണ്. അവിടെ എത്ര ആലോചിച്ചാൽ മതി. മാമുക്കോയ ഹാസ്യ നടനാണ്, സംശയമൊന്നുമില്ല. ഇന്നസെൻ്റ് ആയിട്ടുള്ളവർ എപ്പോഴും ഇന്നസെൻ്റായ ചിരി എന്ന് ഓർത്തു വയ്ക്കില്ലേ? അങ്ങനെയും കൂടി ഓർത്തു വെച്ചോളൂ. അദ്ദേഹം അമ്മയുടെ താരസംഘടനയുടെ പ്രസിഡൻ്റ് ആയിരുന്നു, അത് ഓർത്തു വയ്ക്കുക. അദ്ദേഹം ചാലക്കുടി MP ആയിരുന്നു, അത് ഓർത്തു വയ്ക്കണേ. അദ്ദേഹം ചാലക്കുടിയിൽ നിന്നുള്ള MP ആയിരുന്നു. ആര്? ഇന്നസെൻ്റ്. ഈ മരിച്ചുപോയ 2023-ലും 2024-ലും വിയോഗം നടന്ന സാഹിത്യകാരന്മാരുടെ സൃഷ്ടികൾ ചോദിക്കുക. അവരുടെ പ്രധാന സൃഷ്ടികളാണ് ചോദിക്കുക. സാറാ തോമസ് ഏത നോവലിൻ്റെ രചയിതാവാണ്? നാർമടിപ്പുടവ. ഇതിനവർക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, അത് ചോദിക്കാം. സാറാ തോമസ് ഏത് നോവലിൻ്റെ രചയിതാവാണ്? അതൊന്നും കൂലി വർക്കറിൽ വന്നതല്ലേ? ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ വരികയാണ്. ഉമ്മൻചാണ്ടിയുടെ വന്നപ്പോൾ വിയോഗം നടന്ന ആളുകളുടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ. അപ്പോൾ നാർമടിപ്പുടവയാണ് സാറാ തോമസിൻ്റെ കൃതി. അത് ഓർത്തു വെക്കണം. പുസ്തകത്തെക്കുറിച്ച് ധാരണ ഇല്ലാത്തവർ അത് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു കഥ ഓർത്തു വയ്ക്കുക. നാർമടിപ്പുടവ. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. തോമസ് സാറ് അദ്ദേഹം ഒരു പുടവ കൊടുത്തു. ആർക്ക്? തൻ്റെ നാരിക്ക്. ഇത് കുട്ടികൾ കണ്ടു. കുട്ടികൾ കണ്ടാൽ അത് സ്കൂൾ മുഴുവൻ പാട്ടായി. തോമസ് സാറ് എന്ത് ചെയ്യാണ്? സാറാ തോമസ് പുടവ എന്നാണ് ഒരു വസ്ത്രം, തൻ്റെ നാരിക്ക്. അപ്പോൾ സ്കൂളിൽ മാഷും ടീച്ചറും തമ്മിലൊരു ചെറിയ എന്തൊക്കെ ഉണ്ട്, ഒരു ലൈനൊക്കെ ഉണ്ട്. 2 ആളും കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുന്നു, വീട്ടുകാരൊക്കെ അറിഞ്ഞിരിക്കുന്നു. ഒരു പുടവ കൊടുത്തു. ഇത് സ്കൂളിൽ മുഴുവൻ പാട്ടായി. സാറാ തോമസ്, നാർമടിപ്പുടവ. സാറാ തോമസ് എന്ന് പറഞ്ഞാൽ പ്രശസ്ത ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്. അവരുടെ ആദ്യത്തെ കൃതി ജീവിതം എന്ന നദിയാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും അക്കാദമിയുടെ സമഗ്ര സംഭാവനയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയാണ് നാർമടിപ്പുടവ. മാമുക്കോയ അന്തരിച്ചല്ലോ. മാമുക്കോയും അന്തരിച്ചു എന്നോർക്കുക. അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു പെരുമഴക്കാലം. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് ചലച്ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് ഓർത്തു വെക്കണം. ഫ്ലാമൻ ഇൻ പാരഡീസ്. ഈ പാരഡി കോമഡി എന്നോർത്തു വെച്ചാൽ മതി. മാമുക്കോയ ഫ്രഞ്ച് ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്നത് നിങ്ങൾ മനസ്സിൽ നിന്ന് കണ്ടോക്കൂ. എന്ത് കൂടെ വേറെ വേണ്ടത്?
വേറെന്ത് കോഡാണ് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഫ്രഞ്ച് ചലച്ചിത്രം, അതിൽ മാമുക്കോയ എന്തൊരു ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനായിരിക്കും. അദ്ദേഹത്തോടൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടാവും ആരെങ്കിലും ഒരു ഫ്രഞ്ച് പിന്നെന്താ ഒരു ചലച്ചിത്രത്തിൽ അഭിനയിക്കാലോ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. ഫ്ലാമൻ ഇൻ പാരഡീസ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി മരിച്ചു. നിങ്ങൾക്കറിയാലോ, ചിത്രകാരനായിരുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ വരയുടെ പരമശിവൻ എന്ന് വിശേഷിപ്പിച്ചത് VK എന്നാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ വരയുടെ പരമശിവൻ എന്ന് വിശേഷിപ്പിച്ചത് VK എന്നാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് KM വാസുദേവൻ നമ്പൂതിരി എന്നായിരുന്നു. ഓർത്തു വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ ആത്മകഥ രേഖകളാണ്. ആർട്ടിസ്റ്റ് അല്ലേ, രേഖകൾ വരച്ചിട്ടല്ലേ ചിത്രം ഉണ്ടാക്കുക, സിമ്പിൾ അല്ലേ. ആർട്ടിസ്റ്റ് നമ്പൂതിരി വരയുടെ പരമശിവൻ എന്ന് വിശേഷിപ്പിച്ചത് VK എന്നാണ്. 2023 അന്തരിച്ച ഇതൊന്നും 2023 കൂലി വർക്കെന്ന് വന്നതല്ല. നമുക്ക് അടുത്ത പ്രാവശ്യവും ഇങ്ങനെ ബന്ധപ്പെട്ടത് ചോദിക്കാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കാണും. നമ്മൾ ഈ ചർച്ച ഇനിയും ചോദ്യപേപ്പർ വരുമല്ലോ, ഇനിയും PSC പരീക്ഷകൾ വരും. നമ്മൾ ഈ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ അവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാം. വെയിറ്റ് ആൻഡ് സി. ഇല്ലെങ്കിൽ 2023 ആദ്യഘട്ടത്തിൽ ഞാൻ നടത്തിയ കുറച്ച് ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ കമൻറ്റിലൊന്ന് പോയി നോക്ക്. അവർക്ക് എക്സാം കഴിഞ്ഞിട്ട് എന്തായിരുന്നു അനുഭവമെന്ന്. ആ ക്ലാസ് കണ്ടവർ ഇപ്പോഴും കാണുന്നുണ്ട്. ഞാൻ പറയുന്നു ഇതിൽ നിന്ന് നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2023 അന്തരിച്ച കലാമണ്ഡലം ദേവകിയെക്കുറിച്ചുള്ള ഏത് പ്രസ്താവനയാണ് ശരി? കലാമണ്ഡലം ദേവകി എവിടെയാണെന്നാണ് കലാമണ്ഡലം ദേവകി. തുള്ളൽ കലയിലെ ആദ്യ വനിത ശരിയാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ അഭ്യസിച്ച ആദ്യ വനിത, രണ്ടും ശരിയാണ്. അതുകൊണ്ട് A, B രണ്ടും ശരി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഉത്തരം D ആണ്. D ആണ് ഉത്തരം. തുള്ളൽ വനിതയാണ്, ദേവകിയാണ്. അപ്പോൾ നമുക്കറിയാലോ, അമ്പലത്തിൽ വെളിച്ചപ്പാട് തുള്ളുക ദേവി കയറിയാലല്ലേ. അപ്പം ദേവി കയറി തുള്ളി എന്ന് വിചാരിച്ചാൽ മതി. തുള്ളലാണേ ദേവകിയാണ്. വെറുതെ ഒന്ന് കണക്ട് ചെയ്യാൻ. ദേവകി തുള്ളൽ. ഇതൊരു കോഡായിട്ട് എഴുതി വെക്കണേ, ദേവകി തുള്ളൽ എന്നുള്ളടത്ത് വെറുതെ ദേവി തുള്ളൽ. എന്നിട്ട് ഇത് റിട്രീവ് ചെയ്യണം. അല്ലാതെ ഈ കഥ നിങ്ങൾ മറന്നു പോകും. പക്ഷെ ഓർമ്മയിൽ നിൽക്കും. അത് ചിത്രമായിട്ട് കാണണം. അപ്പോൾ ഒരു വെളിച്ചപ്പാട് ഓട്ടം തുള്ളൽ നടത്തുന്ന ഒരു ചിത്രം നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇത് കഥയും വരിക. അപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെത്താൻ ഓർമ്മ വരും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. 2023 അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും കാവുമ്പായി സമര നേതാവുമായിരുന്നൊരു വ്യക്തി, അത് EK നാരായണനാണ് കേട്ടോ. EK നായനാരൊന്നും പോയിട്ട് എഴുതണ്ട. EK നാരായണനാണ് കാവുമ്പായി സമരത്തിൽ പങ്കെടുത്തത്. കാവുമ്പായി സ്വാതന്ത്ര്യത്തിന് മുമ്പ് കണ്ണൂരിൽ നടന്ന ഒരു കർഷക സമരമായിരുന്നു. എന്തിനെതിരെ? ജന്മിത്വത്തിനെതിരെ. അപ്പോൾ കാവുമ്പായി EK നാരായണൻ ഇതൊക്കെ അന്തരിച്ച ആളുകളാണ്. 2023 അന്തരിച്ച കൂടിയാട്ട ആചാര്യൻ, ശ്രദ്ധിക്കണേ, വരാം. 2023 അന്തരിച്ച കൂടിയാട്ട ആചാര്യൻ PK ഗോവിന്ദൻ നമ്പ്യാരാണ്. അപ്പോൾ കൂടിയാട്ടവും PK ഗോവിന്ദൻ നമ്പ്യാരും തമ്മിൽ എങ്ങനെ കണക്കാക്കുക? വെറുതെ ഗോവിന്ദൻ കൂടി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പരമേശ്വരൻ കൂടിയെന്നോ രഘുനന്ദനൻ കൂടിയെന്നോ നിങ്ങളുടെ ഓർമ്മയിൽ അങ്ങനെ വരാമല്ലോ. ആ ഗോവിന്ദൻ കൂടിയാട്ടവും തമ്മിൽ ബന്ധിപ്പിക്കണം. അദ്ദേഹം വളരെ ബഹുമാനം കൊടുക്കേണ്ട ഒരാളാണ്. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. കുടിച്ച് ആടി. ഈ കലാകാരന്മാരുടെ പ്രത്യേകത എന്താ? ഈ കഥകളി കലാകാരന്മാർ നശിച്ചു പോകാനുള്ള കാരണം മദ്യപാനമാണ്. തായമ്പക അവരൊക്കെ പലരും നശിച്ചു പോകാനുള്ള കാരണം അമിത മദ്യപാനമാണ്. കാരണം ഈ കളി കഴിഞ്ഞാൽ ഇവരെ സേവിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, കൂടിയാട്ടാചാര്യന്മാരൊന്നും അങ്ങനെയല്ല കേട്ടോ. അവർ വളരെ ഭക്തിയിൽ, അതുമാത്രമല്ല അതൊരു ജനകീയ കലയുമല്ല. അപ്പോൾ കൂടിയാട്ടങ്ങളൊക്കെ ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇവർ കുടിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെ ആടി, അങ്ങനെ ആ നടൻ ഗോവിന്ദനായി, പിന്നെ അയാളെ ആരും വിളിക്കാതെയായി. അങ്ങനെ ആലോചിച്ചാൽ മതി. ഗോവിന്ദൻ നമ്പ്യാർ ഒരിക്കലും പറയാൻ പാടില്ലേ, അവരൊക്കെ വളരെ നല്ല ആളുകളായിരുന്നു, ഒരിക്കലും മദ്യപിക്കാത്ത ആളാണ്. പക്ഷെ നമ്മളൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് അവർ ക്ഷമിക്കട്ടെ. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന മാധവ ചാക്യാരുടെ മകനാണ്. 2001 യുനെസ്കോ അംഗീകരിച്ച 5 കൂടിയാട്ട ഗുരുക്കന്മാരിൽ ഒരാളായിരുന്ന വ്യക്തിയായിരുന്നു ഈ ഗോവിന്ദൻ നമ്പ്യാർ. നമുക്കറിയാലോ, നമ്മുടെ പൈതൃക കലയായിട്ട് യുനെസ്കോ അംഗീകരിച്ചതാണ് കൂടിയാട്ടം. അതും കൂടി ഓർത്തു വയ്ക്കുക. മറ്റന്തരിച്ച ഒരാളാണ് വത്സല. P വത്സല അന്തരിച്ചു.
പി വത്സല നോവലിസ്റ്റ് ആയിരുന്നു. തിരുനെല്ലിയിലെ ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കിയ പി വത്സലയുടെ പ്രസിദ്ധ നോവൽ ഏതാണ്? ആ പ്രസിദ്ധ നോവൽ നെല്ലാണ്. വളരെയധികം ഓർക്കണം. പി വത്സല, നെല്ല്, ആദിവാസികളുടെ ജീവിതം, വയനാട്. എവിടെയാണ് നെല്ലുള്ളത്? ടൗണിലാണോ? അല്ല, നാട്ടിൽ. നാട്ടിലെ നെല്ല്. നാട്ടിലെ നെല്ല് കുത്തിയ അരിയെടുത്ത് അമ്മ വാത്സല്യത്തോടു കൂടി നൽകുന്നു നിങ്ങൾക്ക്. നിങ്ങൾ ആ പഴയ കാലം ഒന്ന് ആലോചിച്ച് നോക്ക്. നല്ല മഴ പെയ്യുന്നൊരു കാലം. ആ മഴ പെയ്യുന്ന കാലത്ത് കുത്തിയ അരിയുണ്ട്. ആ നെല്ല് കുത്തി അരി വെച്ച്, ആ നെല്ല് കുത്തി അരി അവിടെ ഉണ്ട്, അത് തിളപ്പിച്ച് നിങ്ങൾക്ക് നല്ല സ്വാദോടു കൂടി അമ്മ തരികയാണ്. മഴക്കാലത്ത് നല്ല വിശപ്പൊക്കെ ആയിരിക്കും. ഒരു പഴയ കാലം നിങ്ങൾക്ക് അനുഭവത്തിൽ ഉണ്ടാവില്ല ചിലപ്പോൾ. മഴക്കാലത്ത് നല്ല വിശപ്പുണ്ടായിരിക്കും. അങ്ങനെ തരുന്നൊരു കാലത്തെക്കുറിച്ച് നിങ്ങൾ വെറുതെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഗ്രാമീണ ശുദ്ധിയൊക്കെ ആയിട്ട്. അപ്പം നാട് വയനാട്. നെല്ല് നാട്ടിലുണ്ടാവുന്ന നെല്ല്, അത് കുത്തി ഉണ്ടാക്കുന്ന അരി അമ്മ തരുന്നു. അപ്പോൾ വത്സലേനെ അങ്ങനെ ഒരു കഥ, നിങ്ങളുടെ ആ അമ്മ ഒരു കഥാകാരിയാണെന്നൊക്കെ വിചാരിക്കുക. വയനാടിലെ ആദിവാസികളുടെ ജീവിതമാണ്. ഞാൻ ആദിവാസി എന്ന് പറഞ്ഞാൽ പഴയ കാലം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആദിവാസി, വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കിയ പി വത്സലയുടെ നോവൽ ഏതാണ്? നെല്ല്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഡ് വേണ്ട. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ PYQ മോഡൽ എക്സാം ഇങ്ങനെ എടുത്ത് ചെയ്യുക. ഈ PYQ അനുബന്ധ വസ്തുക്കൾ ഇതിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. ഓരോ തവണയും നിങ്ങൾക്ക് പുതിയ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാഴ്ചയിൽ 2 or 3 തവണ ചെയ്യുക. തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ കയറി നിൽക്കും. ഈ കഥകളും ഓർത്തു വയ്ക്കുക. 2023 നവംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാളം സാഹിത്യകാരിയാണ് വത്സല. കോഴിക്കോടാണ് ജന്മസ്ഥലം. അതുകൊണ്ടാണ് വയനാട് പോയത് അല്ലേ? തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നു. നെല്ല്, തിരുനെല്ലി, വയനാട്. വയനാട്ടിലാട്ടോ തിരുനെല്ലി. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടപ്പെടുന്നു. തിരുനെല്ലിയിൽ നെല്ലുണ്ട്. തിരുനെല്ലിയിലെ ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കിയ പി വത്സലയുടെ പ്രസിദ്ധമായ നോവലാണ് നെല്ല്. അവർക്ക് അവാർഡ് കിട്ടിയ ഒന്നാണ് നിഴലുറങ്ങുന്ന വടികളും പുലിക്കുട്ടനും. നിങ്ങൾക്കറിയാലോ, വയനാട്ടിൽ പോയാൽ ധാരാളം മരങ്ങളുണ്ട്, തണലുണ്ട് അല്ലേ? അപ്പോൾ നിഴലുറങ്ങുന്ന വഴികൾ അവിടെ ഓർത്തു വയ്ക്കാം. വയനാട്ടിൽ നമുക്കറിയാം അവിടെയുമുണ്ട് ആനയുടെയും പുലിയുടെയൊക്കെ ശല്യം. അപ്പോൾ പുലിക്കുട്ടൻ ഈ അടുത്ത കാലത്തൊക്കെ വലിയ വാർത്തയായി മാറിയതാണ്. മറ്റൊരു അന്തരിച്ച പ്രശസ്തമായ ആളെ ചോദിക്കും. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. ഞാൻ വിചാരിക്കുന്നു 2024 നടക്കുന്ന LGSനും 10th അതുപോലെ തന്നെ LDC 2024 ഇവരുമായി ബന്ധപ്പെട്ട ചോദ്യം വരാൻ വലിയ സാധ്യതയുണ്ട്. കാരണം സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആയിരുന്നു അവർ. അതാരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യവുമായിട്ടും വരാം. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. ആദ്യത്തെ വനിതാ ജഡ്ജി മാത്രമല്ല, അവരെന്തായിരുന്നു? ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന ആദ്യ മലയാളി വനിത കൂടിയാണ്. തമിഴ്നാട്ടിലെ ഗവർണറായി. അപ്പോൾ ആദ്യ വനിതാ ജഡ്ജി മാത്രമല്ല, ഒരു ആദ്യ വനിതാ ഗവർണർ കൂടിയാണ് ഇന്ത്യയിലെ. സുപ്രീം കോടതിയിൽ ന്യായാധിപയാകുന്ന ഏഷ്യയിലെ ആദ്യ വനിതയാണ്. സുപ്രീം കോടതിയിൽ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ്. സുപ്രീം കോടതിയിൽ ആദ്യ ന്യായാധിപയാകുന്ന ജഡ്ജിയാകുന്ന ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ഫാത്തിമ ബീവി. ആലപ്പുഴയിലാണ്, പത്തനംതിട്ടയിലാണ്, മലയാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയാണ്. പിന്നെ സംശയമുണ്ടോ? ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ഗവർണറാണ്. ആദ്യത്തെ വനിതാ ഗവർണറാണ് ഇന്ത്യയിലെ. അപ്പം മുസ്ലിമും പിന്നെ ആയിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. തമിഴ്നാടിൻ്റെ ആദ്യത്തെ വനിതാ ഗവർണറാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. 1 മാർക്ക് അധികപക്ഷം ഉറപ്പിച്ചോ. പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിരുന്നു. അവരെക്കുറിച്ച് ഒരു ബുക്കുണ്ട്. ആ ബുക്ക് ഒന്ന് ഓർത്തു വെച്ചോളൂ. നീതിയുടെ ധീരസഞ്ചാരം. ഫാത്തിമ ബീവി നീതിയാണ്, നീതിയുടെ ധീരസഞ്ചാരം. ഇനി നമുക്ക് ആത്മകഥകളിലേക്ക് തന്നെ മടങ്ങാം. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ മാത്രമല്ല, മറ്റു KK ശൈലജ ടീച്ചർ അല്ലേ? വടകരയിൽ തോറ്റ KK ശൈലജ ടീച്ചർ. നമുക്കറിയാം കോവിഡ് മഹാമാരി കാലത്ത് വലിയ രീതിയിൽ പേര് കേട്ട, ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ച KK ശൈലജ ടീച്ചറുടെ ആത്മകഥയ്ക്ക് ഇപ്പോഴും തോറ്റു വെച്ചിട്ട് പ്രസക്തി ഇല്ലാതെ ആവണില്ല. ആ ആത്മകഥയുടെ പേര് മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. നമുക്കറിയാം ആ കോവിഡ് കാലത്ത് നമ്മുടെയൊക്കെ ഒരു സുഹൃത്തായി, കോമ്രേഡ് എന്ന് പറഞ്ഞാൽ സഖാവ്, സുഹൃത്ത് എന്നുള്ള അർത്ഥം എടുത്താൽ മതി, ഒരു സുഹൃത്തായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലൈഫ് ആസ് എ കോമ്രേഡ് അങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് പല രാഷ്ട്രീയം ഉണ്ടാവും കേട്ടോ. നമുക്ക് ഉമ്മൻചാണ്ടിയും ശൈലജ ടീച്ചറെയൊക്കെ നല്ല വശങ്ങൾ മാത്രം നമുക്ക് കേട്ടിരിക്കാം.
ഇനി ഇതുപോലെയുള്ള ആത്മകഥകൾ ഇനിയും വരാം. ആ ആത്മകഥകൾ ആരുടേതാണ്? അതിനൊക്കെ നമുക്കൊന്ന് ഓർത്തു വെച്ച് പോകാം. ആത്മവിശ്വാസം TS കല്യാണരാമൻ. TS കല്യാണരാമൻ നമുക്കറിയാലോ, കല്യാൺ സിൽക്സ് ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ആത്മവിശ്വാസം. ബിസിനസ്സുകാർക്ക് വേണ്ടത് എന്താ? നല്ല ആത്മവിശ്വാസം വേണം. അപ്പം ഈ കല്യാണരാമൻ നല്ല ആത്മവിശ്വാസമുണ്ട് എങ്കിൽ പോലും അയാളുടെ ബിസിനസ് ഒന്നും കൂടി ശക്തമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ കല്യാൺ സിൽക്സിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കല്യാൺ സിൽക്സിൻ്റെ പരസ്യം ഒരു വൾഗറാവില്ല. പലപ്പോഴും പലതും പറയും, അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങാനൊക്കെ പറയും, നല്ലതാണെന്നൊക്കെ പറയും. അതൊക്കെ അവരുടെ പരസ്യം. എന്നാലും വല്ലാതെ വൾഗറാവാറില്ല. പിന്നെ ട്രഡീഷനാണ് അവർ നോക്കുന്നത്. അതാണ് അവരുടെ ഒരു നിശ്ചയ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ അവർ ഈ കോട്ടക്കൽ ശിവരാമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കഥകളി പരിചയമുള്ളവർക്കറിയാം. കഥകളി കലാകാരനാണ് അദ്ദേഹം. സ്ത്രൈണം എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ചോദിക്കാം, കാരണം വളരെ ഫേമസ് ആണ് അദ്ദേഹം. സ്ത്രീ കഥാപാത്രങ്ങളെ കഥകളിയിൽ അവതരിപ്പിച്ച് വളരെ ഫേമസ് ആയ, വളരെയധികം ആരാധകരുള്ള ഒരാളാണ് കോട്ടക്കൽ ശിവരാമൻ. അപ്പോൾ കോട്ടക്കൽ ശിവരാമനെ കൊണ്ട് ആ പരസ്യത്തിൽ, അവരൊന്നും പരസ്യത്തിന് പോവില്ലേ, ഒരു സ്ത്രീ കഥാപാത്രത്തെ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് കഥകളി രൂപങ്ങൾ ആലോചിക്കുക. കോട്ടക്കൽ ശിവരാമനാണ്. അതിന് കഥ എഴുതുന്നത് ആരാ? അതിനൊരു സ്റ്റോറി ലൈൻ വേണമല്ലോ. ആ സ്റ്റോറി ലൈൻ എഴുതുന്നത് ലീലാവതിയാണ്. അവരുടേത് ധ്വനിപ്രയാണം. അപ്പോൾ നല്ല മുഴങ്ങുന്ന ശബ്ദം വേണം. ധ്വനി എന്ന് പറഞ്ഞാൽ നല്ല സൗണ്ടുള്ള ശബ്ദം എന്നും കൂടി അർത്ഥമുണ്ടല്ലോ. പറയണം, ഇങ്ങനെ മുഴങ്ങി കേൾക്കണം. അതുപോലുള്ള ലൈൻസ് വേണം. ആരോട് പറയാണ്? ലീലാവതിയാണ്. ജേക്കബ് തോമസ് നിങ്ങൾക്കറിയാലോ. ആരാണ് ജേക്കബ് തോമസ്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ മോശമല്ല. ജേക്കബ് തോമസ് തൻ്റെ ജീവിതകാലത്തിനിടയിൽ, ഞാൻ എന്ത് ജീവിതം എന്ന് പറയുന്നില്ല, നിങ്ങളൊന്ന് ജേക്കബ് തോമസ് ആരാണെന്ന് പഠിക്കുക. ജീവിതകാലത്തിനിടയിൽ വമ്പൻ സ്രാവുകൾ എന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രങ്ങളെ അദ്ദേഹം കാണുകയാണ്. അപ്പോൾ ഈ ലീലാവതി ഇതൊക്കെ എഴുതി ഇവർ രണ്ടാളും കൂടി അവിടെ എഴുതുമ്പോൾ, അവർ രണ്ടാളും സാഹിത്യകാരന്മാരാണ്, അവർക്കൊന്നും അധികാരവുമായി വലിയ ബന്ധമില്ല. അപ്പോൾ അവർ എപ്പോഴും ഈ മുഴുത്ത അധികാരത്തെ തമസായി കാണുന്ന ആളുകളാണ്, ഇരുട്ടായി കാണുന്ന ആളുകളാണ്. കലാകാരന്മാരെപ്പോഴും അധികാരത്തോട് കലഹിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ജേക്കബ് തോമസ്, ആ തമസിൽ ഈ വമ്പൻ സ്രാവുകൾക്കെതിരെയാണ്. അതാണ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ. സ്രാവുകൾക്കെതിരെ ആണ് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം കല്യാണരാമൻ ബിസിനസ്സുകാരനാണ്, അവർ അധികാരവുമായിട്ട് അത്രയും ബന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അവിടെ വീർപ്പ് മുട്ടുകയാണ്. ആ കഥ അവിടെ ചെന്നിട്ട് അവരിതാ പരസ്യമൊക്കെ ചെയ്തു, കഥയും എഴുതി കൊടുത്തു. ഇതൊന്നും അവർ ചെയ്തതല്ലട്ടോ, അവരൊന്നും ഇങ്ങനെ ചെയ്യാറുമില്ല. ആ കഥ അതുവരെ നടന്ന കഥ അവർ വൈകുന്നേരം തൃശ്ശൂർ ടൗണിൽ എന്ത് ചെയ്യാണ്? ബാബുവിനോട് പറയുക. ബാബുവിനോടാണ് പറയുന്നത്. അതെന്നാണ്? ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്, എല്ലാവർക്കും ഒഴിവാണ്. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പോളിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവർ ബാബുവിനോട് ഈ കഥ, ഇതുവരെയുള്ള കഥ പറയുക. എന്തായാലും അവിടെയുള്ള കഥകളിക്ക് പകരം അത് പരസ്യത്തിന് വേണ്ടതായിരുന്നല്ലോ. ഒരു സങ്കടം. അങ്ങനെ അവർ രണ്ടാളും കൂടി വൈകുന്നേരം തൃശ്ശൂരിൽ തന്നെ കലാമണ്ഡലം സരസ്വതിയുടെ ഒരു ഡാൻസ് അരങ്ങേറുന്നുണ്ട്. ഇത് ഓർത്തു വയ്ക്കാൻ നല്ലതാണ്. സാരസ്വതം. അങ്ങനെ അവരവിടെ പോയി അവരിരുന്നു. ആരൊക്കെ ഇരുന്നു? നമ്മുടെ കോട്ടക്കൽ ശിവരാമനും ലീലാവതിയും ഇരുന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഇനി സിനിമ തുടങ്ങാൻ ഈ നൃത്തം തുടങ്ങാൻ കുറേ നേരമുണ്ട്. അപ്പോൾ രണ്ടാളും നമുക്കറിയാം പ്രശസ്തരായിരുന്നു. അവരുടെ മനസ്സിലേക്ക് ഒരു ലോറി ഓർമ്മകൾ വരികയാണ്. ഒരു ലോറിയിൽ ഓർമ്മകൾ വരിക. ഓക്കെ, ഇപ്പോൾ നെരൂദയുടെ ഈ പ്രണയ കവിതകളിൽ പറയും, ഒരു കൊട്ട നിറയെ ഉമ്മകൾ ഞാൻ നിനക്ക് തരാം. അതിൻ്റെ മലയാള വിവർത്തനത്തിൽ പറയുന്നതാണ്, ഒരു കൊട്ട നിറയെ ഉമ്മകൾ ഞാൻ നിനക്ക് തരാം. തൻ്റെ കാമുകിക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നത്. അതുപോലെ ഒരു ലോറി ഓർമ്മകൾ വരികയാണ്. ആ ലോറി ഓർമ്മകൾ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനപ്പുറത്ത് നമ്മുടെ കാർട്ടൂൺ കഥാപാത്രം ജാനു, നിങ്ങളങ്ങനെ വിചാരിക്കേണ്ട, ഗോത്രവർഗക്കാരിയാണ്, വലിയ ഫൈറ്ററാണ്, നമുക്കറിയാം CK ജാനു. പക്ഷെ നമ്മൾ കാർട്ടൂൺ കഥാപാത്രത്തിൽ കാണുന്ന ജാനുമായി അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക.
ആ ജാനു അമ്മായി അപ്പം എന്ത് പറയാണ്, അവരുടെ ഓർമ്മകൾ ഇങ്ങനെ റിച്ചാണ്. ജാനു അമ്മായി പറയാണ്, പക്ഷേ അവർ പറയണ ഈ കാലം മോശമായി എന്ന് പറയുമ്പോൾ ജാനു അമ്മായി പറയണത് ഈ കാലം മോശമല്ല. കാരണം ഈ കുഴി കുത്തി അതിൽ വെള്ളം കൊടുത്തിരുന്ന കാലം കഴിഞ്ഞു. മണ്ണിൽ കുഴി കുത്തിയിട്ട് ഞങ്ങൾക്കൊരു അന്തസ്സ് കിട്ടിയത് ഈ കാലത്താണ്. അപ്പം എനിക്ക് ആ ഓർമ്മകൾ ഒരടിമയുടെ ഓർമ്മകളാണ്. നിങ്ങളുടേതുപോലെയല്ല, നിങ്ങൾക്ക് സമ്പന്നമായ ഓർമ്മകളാണ്. എനിക്ക് ഒരടിമയുടെ ഓർമ്മകളാണ്. അതുകൊണ്ട് ഞാൻ ഈ കാലത്തെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ആര് പറയാണ്? നമ്മുടെ ജാനുവുമായി പറയാൻ. ഇത് മുഴുവൻ കേട്ടിരിക്കുകയാണ് സേതു. ചേക്കുട്ടി അല്ലേ, ചേക്കുട്ടിയും സേതുവും തമ്മിലുള്ള ബന്ധം നമ്മൾ ഇതിനു മുന്നേ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. കമൻറ്റിൽ ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പോൾ സേതു ഒരു കുട്ടിയാണെന്ന് ഓർത്തു വയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവൻ സേതു കേട്ടിട്ട് സേതു അത് മുഴുവൻ മനസ്സിൽ കൊത്തി അക്ഷരങ്ങളാക്കി മാറ്റുകയാണ്. അക്ഷരങ്ങളാക്കി മാറ്റി അവരോട് പറയുകയാണ്, ഒരു വട്ടം കൂടി നിങ്ങളുടെ ഓർമ്മകൾ മേയുന്ന ഈ കഥ ഞാനും യേശുദാസും കൂടി ഞാനത് എഴുതിയിട്ടുണ്ട്, യേശുദാസ് അത് പാടിയിട്ടുണ്ട്, അതിൻ്റെ ഒരു കാർട്ടൂണും കൂടിയായിട്ട് ഞാനൊരു പുസ്തകം ഇറക്കുന്നുണ്ട്, അതിനൊരു പാട്ടും ഉണ്ടാവും എന്ന് പറയുകയാണ്. കഥ അവസാനിച്ചു. ഈ കഥയിൽ എല്ലാ തരത്തിലുള്ള ആത്മകഥയും വന്നിട്ടുണ്ട്. കഥയൊക്കെ ഇഷ്ടപ്പെട്ടാൽ മറുപടി പറയാം. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വെച്ചിട്ടുള്ള നമുക്കൊരു മോക്ക് എക്സാം ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അവിടെ നമ്മുടെ ഫ്രീ കോഴ്സുകളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ വേറെ വിൻഡോജുവിൻ്റെ വേറെ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സും കൂടി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.